യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വെച്ചായിരുന്നു. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിനൊരു കോഡ് പറഞ്ഞായിരുന്നു, പോഡ ബീഫെ. അപ്പം നമുക്ക് നാലും പെട്ടെന്ന് കിട്ടും. പോഡ ബീഫെ എന്നാണ് കോഡ്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാവരും കൂടെ പഠിച്ചോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴി തെളിയിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തുകൊണ്ടാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരും, ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് അറബികളുമാണ്. ഇത്രയും മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയ ഡയസ്, 1488. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ജെയിംസ് കൊറിയ. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് കൊറിയ ആണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃകയിൽ നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ, 1498 മെയ് 20. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പോൾ മട്ടാഞ്ചേരി കൊട്ടാരം ആരാണ് പണിതു കൊടുത്തത്? പോർച്ചുഗീസുകാർ. ആർക്കാണ്? കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അൽവാരിസ് കബ്രാൾ, 1500 അദ്ദേഹം വന്നത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡ, 1505 നിയമിതനായത്. ഇന്ത്യയിൽ നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അൽവാരസ് കബ്രാൾ ആണ് കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് അൽമേഡ, 1505. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന്, 1510. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാർ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. അപ്പോൾ 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു ഒപ്പുവെച്ചു. അതേതാണ്? കണ്ണൂർ സന്ധി.
1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. അപ്പോൾ പോർച്ചുഗീസുകാരും സാമൂതിരിമാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1628. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തതും 128ാമത്തതുമായ ഗവർണർ ജനറൽ ആന്റോണിയോ വാസിലോ ഇ സിൽവർ 1958 മുതൽ 61 വരെ കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷേഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ. അപ്പോൾ ആദ്യം വന്നതും അവസാനം പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവ. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരെ ഗോവ വിട്ടു പോയത് എപ്പോഴാണ്? 1961 ഡിസംബർ 19. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ്. അതായത് നമ്മൾ പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തു ജയിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടും ഓപ്പറേഷൻ വിജയ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ എന്താണ് വിശേഷിപ്പിച്ചത്? പോലീസ് ആക്ഷൻ. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണ്? ഡച്ച് കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കി കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി, കൊല്ലം ജില്ലയിലാണ് തങ്കശ്ശേരി. പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച കുറച്ച് പദങ്ങളുണ്ട്. അത് ഏതാണെന്ന് നോക്കാം. മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, റാന്തൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, ആൽത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൗൺ. ഇത്രയും വാക്കുകളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ യൂറോപ്യന്മാരെക്കുറിച്ച് ഉള്ളത് ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി വാസ്കോഡ ഗാമയെക്കുറിച്ചും കുഞ്ഞാലി മരയ്ക്കാറെക്കുറിച്ചുമൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോന്നോരോന്നായി പഠിച്ചു തുടങ്ങാം.